നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ? ഇല്ലിക്കൽ കല്ലിലേക്ക്. അടിപൊളിയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഇറങ്ങിയതാണ് കേട്ടോ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വണ്ടിയിൽ വെച്ചിട്ട് കണ്ട അതിരാവിലെ സൂര്യൻ ഉദിച്ചിട്ടില്ല. നല്ല രസകരമായൊരു യാത്രയായിരുന്നു. ഇല്ലിക്കൽ കല്ലിലെത്തി. അവിടെ എത്തിയപ്പോൾ നേരം വെളുത്തു തുടങ്ങി. എന്താ സൂര്യൻ വളരെ സാവധാനം ഉദിച്ചു വരുന്ന മനോഹരമായൊരു കാഴ്ചയാണ് കാണുന്നത്. നല്ല തണുപ്പായിരുന്നു അവിടെ. അതുപോലെ രാവിലെ ആണെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല രസകരമായൊരു അന്തരീക്ഷം. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ ഒരു ഫാമിലിയായിട്ട് ഒരു ട്രിപ്പൊക്കെ പോവുക. പിള്ളേരൊക്കെ ഈ പഠിക്കണ അതിൻ്റെ ഇടയിൽ അവർക്ക് ഒരു റിലീഫ് കിട്ടാം. പിന്നെ നമ്മൾ ഈ ജോലിയായിട്ടൊക്കെ ഇങ്ങനെ ഓടി കിടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഒരു ചെറിയ യാത്ര. ഇതൊന്നും വലിയ മുതൽ മുടക്കൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ഇല്ലിക്കൽ കല്ല് എവിടെയാണെന്ന് വെച്ചാൽ അത് നേരെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക, ഇല്ലിക്കൽ കല്ലെന്ന്. അത് സ്ഥലവും കാണാൻ പറ്റും, അവിടുത്തെ പ്രത്യേകതകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. കണ്ടതേ അവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ. മോക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുതിര എന്ന് പറയുക. അവൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേ മുകളിലേക്ക് പോകാനായിട്ട് ജീപ്പുണ്ട്, ജീപ്പ് സവാരി. അത് രസമാണ് കേട്ടോ. ഇതേ ഇപ്പം ഞങ്ങളിപ്പോൾ ആ ജീപ്പിൽ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ കാണാൻ പറ്റില്ല, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നേരെ നല്ല രസകരമായ അന്തരീക്ഷമാണ്. നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും. കാരണം നേരത്തെ തണുപ്പ്, അതുപോലെ നല്ല കാറ്റുണ്ട്. വളരെ രസകരമായിട്ട് അങ്ങനെ മുകളിലോട്ട് നമുക്ക് ജീപ്പിൽ യാത്ര ചെയ്യാം. എന്താ നല്ല റോഡാണ്, അടിപൊളിയാണ്, നല്ല സുന്ദരമായ കാഴ്ചകൾ. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ മലമുകളിലേക്ക് കയറാം. അവിടെ കൈവരിയൊക്കെ ഉണ്ട്, പിടിച്ച് വളരെ സേഫായിട്ട് തന്നെ കയറാൻ പറ്റും. എന്താ എന്ത് രസമാണ് കാണാനായിട്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കാറ്റ് തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ പ്രകൃതി വന്ന് നമ്മളിങ്ങനെ ആലിംഗനം ചെയ്യണ പോലെ തോന്നും. ആ ഒരു തണുപ്പത്ത് ആ കാറ്റിങ്ങാട് വന്ന് നമ്മുടെ മേത്തടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് അവിടെ പോയി തന്നെ അനുഭവിക്കണം. അടിപൊളിയാണ്, സൂപ്പർ. ഇത് കണ്ട കാറ്റിൻ്റെ സൗണ്ട് കേട്ട സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഫ്രീ ആകുമ്പോൾ ഒന്ന് യാത്ര ചെയ്യാം. വളരെ നല്ലൊരു സ്ഥലം തന്നെ, നല്ല കാഴ്ചയുണ്ട്. പ്രകൃതി ഇങ്ങനെ എന്താ പറയുക, പ്രകൃതിയിലെ സൗന്ദര്യം അത്ര മനോഹരമായിട്ട് നിൽക്കുന്നത്. ഇത് അവിടെ നിന്ന് പോകുമ്പോൾ മറ്റൊരു മല നമുക്ക് കാണാം. സുന്ദരമായ കാഴ്ചയാണ് നോക്കാം. കാറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ട സൗണ്ട് കണ്ട അടിപൊളി കാറ്റാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ യാത്ര ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ മുകളിലൊരു പരസ്യം കണ്ട ഹായ് ഫുഡിൻ്റെ, എൻ്റെ സുഹൃത്തിൻ്റെയാണ്. പുള്ളിയുടെ സ്പെഷ്യൽ ഒരു സാധനമുണ്ട്, ഇടിയിറച്ചി കഴിച്ചിട്ടുണ്ട്. കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ യാത്ര പോകുന്നതിന് മുന്നേയായിട്ട് മുകളിൽ ഫോൺ നമ്പർ ഉണ്ട്, അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയാണെന്ന് വെച്ചാൽ പുള്ളി അത് കൊണ്ടുവന്ന് തരും. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പരസ്യം ഞാൻ മുകളിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ മനോഹരമായ കാഴ്ചകൾ ഇതേ നോക്കി, കാറ്റ് കണ്ട സൂപ്പർ കണ്ട രസമാണ് അവിടെ കേട്ടാ. പോകണം കേട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും നമ്മളവിടെ പോകണം. ഞാൻ നേരിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. കണ്ട സൂപ്പർ സൂപ്പർ സൂപ്പർ. മനസ്സിനും ശരീരത്തിനും ഒക്കെ വളരെ സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. അടിപൊളി ട്രിപ്പ്. ഓക്കെ.